പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. സുജു ടി ബാബു തയ്യാറാണ്. സുജു, എങ്ങനെയാണ് പത്തനംതിട്ടയിൽ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നത്? വിനീഷ, പത്തനംതിട്ടയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. ഇപ്പോൾ കടകമ്പോളവും ഒന്നും തന്നെ തുറന്നിട്ടില്ല. അത്യാവശ്യം ചില ചായക്കടകൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അതുപോലെ വാഹനങ്ങളും നിരത്തിൽ കുറവാണ്, നന്നേ കുറവാണ്. ഈ സമയത്തൊക്കെ തന്നെ പത്തനംതിട്ടയിൽ ധാരാളം വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുന്നൊരു സമയം കൂടിയാണ്. കാരണം ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ധാരാളം ആളുകളുള്ള ഒരു ജില്ല കൂടിയാണ്. നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഒരു 10 മണിയോട് കൂടിയോ സാധാരണഗതിയിൽ ഈ കടകളൊക്കെ തുറക്കുന്നൊരു സമയം പത്തനംതിട്ട ജില്ലയിൽ അത്തരം ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും രാവിലെ തുറക്കുന്ന പല കടകളും ഇപ്പോൾ തുറന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് ഇന്ന് തൊഴിലാളികളുടെ പ്രകടനം ഉണ്ടാവും. ട്രേഡ് യൂണിയനുകളുടെ പ്രകടനം കൃത്യമായി തന്നെ ഈ എങ്ങനെയാണ് ഈ കേന്ദ്രത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്കാവുന്നതെല്ലാം ചെയ്ത ശേഷമാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഇന്നലെ രാത്രി വൈകിട്ടും പന്തംകുളത്തി പ്രകടനം എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. അതിനു മുമ്പേ കാൽനട പ്രചാരണ ജാഥ CITUവിൻ്റെയും മറ്റ് ട്രേഡ് യൂണിയൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ യാത തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെ തുറന്നു കാട്ടാൻ വേണ്ടി നമുക്കറിയാം 2024 ഓഗസ്റ്റ് മാസം കേന്ദ്ര സർക്കാരിൻ്റെയും തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ മുമ്പിലും കൃത്യമായി ഈ ട്രേഡ് യൂണിയൻ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച കത്ത് നൽകുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഉന്നയിച്ച ഒരാവശ്യങ്ങളിൽ ചെറിയ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാത്തൊരു ഘട്ടമുണ്ട്. അന്ന് മുതൽ തന്നെ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും കൃത്യമായി ജനങ്ങളോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതൊന്നും പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് സമ്പൂർണ്ണ 24 മണിക്കൂറിൽ പണിമുടക്കിലേക്ക് തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് കൃത്യമായി തന്നെ എങ്ങനെയാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾ തൊഴിലാളികളെ ബാധിക്കുന്നത് തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കാൽനട പ്രചരണ ജാഥ, അതുപോലെ ഇന്നലെ വൈകിട്ട് പന്തംകുളത്തി പ്രകടനം, ഏറ്റവും ഇന്ന് ഈ ദേശീയ പണിമുടക്ക് നടക്കുന്ന ഇന്ന് ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമുണ്ടാകും. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം മലയോര മേഖലയാണ്. അതിൽ മലയോര മേഖലയിലെ തൊഴിലാളി യൂണിയനുകൾ, അതായത് ഈ ടിമ്പേഴ്സ് യൂണിയൻ, അതുപോലെ ഓട്ടോ തൊഴിലാളികൾ, KSRTC ബസ്സുകളുടെ സർവീസ് സെൻ്റർ പൂർണ്ണമായി നിലച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ തുടങ്ങി എല്ലാ തൊഴിലാളി യൂണിയനുകളും അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളും ഇന്ന് പണിമുടക്കി പങ്കെടുക്കും. വിദ്യാർത്ഥികളൊക്കെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ പണിമുടക്ക് ഇപ്പോൾ പൂർണ്ണമാണ്. വിനീഷ.